നമ്മുടെ ഒരു നരസിംഹം മറ്റേ കാലിലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ള ഒരു മുണ്ടൊടുക്കുന്ന സ്റ്റൈലാണ്. എൻ്റെ പൊന്നോ കാലക്കിയിട്ടുണ്ട് ദിലീപണ്ണ മറ്റേ രാവണ റൺവേ അങ്ങനെയുള്ള ക്രേസി ഗോപാലൻ അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി പടമായിരുന്നു ഇവിടെ. എല്ലാരും വന്ന് കാണണം. സൂപ്പറായിരുന്നു. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. ചേട്ടനടുത്തുണ്ടായിരുന്നില്ല. സൂപ്പറായിരുന്നു കേട്ടോ. ചിരിക്കാനുണ്ട്. ഞാൻ കണ്ടു. ലാലേട്ടൻ്റെ ആ കമ്പാക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു. എല്ലാരും വന്ന് കാണണം. അടിപൊളി. എന്താ ലോജിക്കൊന്നും ഇല്ല. ജസ്റ്റ് തിയേറ്ററിൽ നിന്ന് കാണുമ്പോഴത്തേക്ക് ഒരു രസം ത്രോളുണ്ട്. ഒരു വട്ടുപടം അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ലാലേട്ടന് ഹൈപ്പിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതിലാണ് എനിക്ക് ആദ്യം ഫീൽ ചെയ്തത്. ഞാൻ വിചാരിച്ചാൽ ആദ്യം കുറച്ച് പോർഷൻ ഉള്ളെങ്കിൽ അത് ബോറായി പോയാണ്. പക്ഷേ പിന്നീട് കൂടെ വന്നപ്പോഴത്തേക്ക് രസമുണ്ട്. നമ്മൾ തിയേറ്ററിൽ ഇരിക്കുമ്പോഴത്തേക്കും ഒരു എൻജോയ്മെന്റ് വേണ്ടിയിട്ട് ഒരു ഓക്കെ. ഫസ്റ്റ് ഹാഫാണോ സെക്കൻഡ് ഹാഫാണോ അങ്ങനെ ചോദിച്ചാൽ മൊത്തത്തിലൊരു മൂഡ് പടമാണ്. അപ്പോൾ ആ ഒരു മൂഡിലേക്ക് ഇന്നായി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മാർക്ക് ആൻ്റണി കാണുന്ന പോലെ അല്ലെങ്കിൽ ഗുഡ് ബാഡ് അഗ്ലിയില്ലേ അജിത്തിൻ്റെ അങ്ങനത്തെ കാണുന്ന പോലെ ആ മൂഡിലേക്ക് ഇന്നായി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ എൻജോയ് ചെയ്ത് കാണാം. എനിക്ക് കൂടുതൽ ലാലേട്ടൻ ഉള്ളതുകൊണ്ട് ഒബ്വിയസ്ലി സെക്കൻഡ് ഹാഫ് ആണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. ചിന്തിക്കാൻ പാടില്ല അല്ലേ? ഓൾറെഡി ചിന്തിക്കരുത്. ഇല്ല, നമ്മളിപ്പോൾ ഇതിൽ അവരെന്നെ ഇത് പ്രൊമോട്ട് ചെയ്ത് അങ്ങനെ തന്നെയല്ലേ ഒരു മാഡ്നസ് മൂവി എന്ന രീതിയിലാണ് ഇത് പ്രൊമോട്ട് ചെയ്തത്. അപ്പോൾ ആ ഒരു വ്യൂ പോയിന്റ് തന്നെ ഇരുന്ന് കണ്ടാലേ നമുക്ക് സുഖിക്കുള്ളൂ. അപ്പം അതല്ല ലോജിക്കൊക്കെ നോക്കിയിട്ട് നമുക്കിത് വേറെ രീതി കാണാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഇപ്പോൾ ഒരിക്കലും ആ മൂടി കണ്ടിരുന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഓക്കെ. സിജയ്ക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല, ഒരു വാശബിളായിട്ട് തോന്നി. ഇമോഷൻസ് ഉണ്ട്, കോമഡി ഉണ്ട്, ഫൈറ്റ് ഉണ്ട്. അപ്പോൾ എല്ലാം നല്ല പടമാണ്. പടം തൂക്കേണ്ടതാണ്. പിന്നെ ഈ കുറേ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ പരിപാടി നടക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ എന്താ പറയാൻ പറ്റത്തില്ല. സെറ്റാണ് എല്ലാം. ഗുഡ് ബാഡ് അഗ്ലി ആ ഒരു വൈബാണ്. BGM കൊള്ളാം. ആ ഒരു പാട്ട് കേട്ടപ്പോൾ കുറച്ച് ഇതുണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ല, എല്ലാം നല്ലപോലെ ചേർന്നു. എല്ലാം നല്ലത്. അച്ചാർ അതുണ്ട്, കൊടുക്കുന്നില്ല. ക്യാമിയോ ഉണ്ട്. ജോളി പടമാണ്. തുടക്കം തൊട്ട് ഒടുക്കം വരെ അടിപൊളിയായിട്ട് നമുക്ക് ജോളിയായിട്ടിരുന്ന് ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ പറ്റും. ലൈക്ക് എന്താ പറയുക, വിജയ് ഫാൻസിനും ദിലീപ് ഫാൻസിനും അതുപോലെ തന്നെ മോഹൻലാൽ ഫാൻസിനൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും സന്തോഷമായിട്ട് അടിപൊളിയായിട്ടെന്ന് പറയുമ്പോഴത്തേക്കും വൈബ് ചെയ്തിരുന്ന് പടം കാണാൻ പറ്റും ആണ്. അപ്പോൾ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും മൈൻഡയുടെ കാര്യമില്ല. ഇതെല്ലാം എന്ന് പറയുമ്പോൾ സിനിമയുടെ ഭാഗമാണ്, ബാക്കിയുള്ളതൊന്നും മൈൻഡ് ആകുന്നുണ്ട്. ഒരുപാട് സിനിമയുടെ റെഫറൻസുകളും കാണിക്കുന്നുണ്ട്. പിന്നെ അല്ല എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുമ്പോൾ അതായത് മെമ്മറീസ് ആണെന്ന് പറയുമ്പോൾ കുറേ പഴയ പടങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കെന്ന് പറയുമ്പോൾ എവർഗ്രീൻ എന്ന് പറയത്തില്ല, ആ രീതിയിലുള്ള പടങ്ങൾക്ക് എല്ലാം എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ റെഫറൻസും ഈ പടത്തിൽ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്കെന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയുക, ആ ഒരു ഫണ്ടിൽ തന്നെ ജോളിയായിരുന്ന പടം കാണാം. ഓക്കെ, എല്ലാം വരട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും പടം പോയെന്ന് ഒന്ന് ടിക്കറ്റ് എടുത്ത് നോക്കുക, അതാണ് മെയിൻ. പിന്നെ അല്ലേ നല്ലപോലെ അടിപൊളി പടമാണ്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടിക്കറ്റ് എടുത്ത് നോക്കുക, പടം കാണുക, അടിപൊളിയാണ്.